ഒന്നാം സങ്കീർത്തനം ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് സങ്കീർത്തനമാണ്. ബൈബിളിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് ഉള്ള പുസ്തകം. അതോടൊപ്പം തന്നെ ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകം 150 അധ്യായങ്ങളുള്ള സങ്കീർത്തനമാണ്. കാവ്യഭാഷയാകിയാൽ, പാട്ടാകിയാൽ, കീർത്തനങ്ങളാകിയാൽ മനുഷ്യ മനസ്സുകളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതും ഏറ്റവും അധികം വായിക്കപ്പെടുന്നതുമായ ബൈബിൾ പുസ്തകം സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 150 ഏകദേശം 75 എഴുതിയതും ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദാണ്. ദാവീദ് സംഗീതം ആലപിക്കുന്നവനായിരുന്നു. യഹോവയ്ക്ക് വേണ്ടി സംഗീത ഉപകരണങ്ങളെ ഉണ്ടാക്കിയവനാണ്. മാത്രമല്ല, ദാവീദിൻ്റെ ഭരണകാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ചേർത്ത് യെരുശലേമിലെ ദൈവാലയത്തിലെ സംഗീത ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടത്തിയിരുന്ന ഒരു ചരിത്രം കൂടി നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. ബൈബിളിലെ സങ്കീർത്തനങ്ങളിലെ പ്രഥമ സങ്കീർത്തനമായിരിക്കുന്ന ഒന്നാം സങ്കീർത്തനം 6 വാക്യങ്ങളുള്ള ഒരു നല്ല ആമുഖ സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളുടെ പ്രധാന വിഷയം തന്നെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസങ്ങളും ആ രണ്ടു കൂട്ടർക്കും ഭാവിയിൽ എന്ത് സംഭവിക്കും, വർത്തമാനകാലത്ത് അവരുടെ ദൈവാശ്രയം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആ പ്രമേയമാണ് നാം കാണുന്നത്. ഒന്നാം സങ്കീർത്തനവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നീതിമാന്മാരെ ആഹ്വാനം ചെയ്യുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഈ 3 കാര്യങ്ങൾ ചെയ്യരുത്, അരുത് എന്ന ഒരു കൽപ്പനയോടുകൂടിയാണ് സങ്കീർത്തനം തുടങ്ങുന്നത്. 2 കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടെ ഓർപ്പിക്കുന്നുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനായി നീതിമാൻ തീരും. ഇങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ബൈബിളിലെ നീതിമാന്മാർ എന്ന് പറയുന്നത് 2 അർത്ഥത്തിലാണ്. ഒന്ന്, ദൈവമായ യഹോവയിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗജന്യ സമ്പൂർണ്ണ നീതി. ആ നീതിയാണ് നാം നീതീകരണം എന്ന് വിവക്ഷിക്കുന്നത്. ആ നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നതും നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്നതും. യേശു നമുക്ക് നൽകുന്ന സൗജന്യ നീതി, സമ്പൂർണ്ണ നീതി. രണ്ടാമത്തെ നീതി നാം ചെയ്യുന്ന നീതിപ്രവർത്തികളാൽ നമുക്ക് കിട്ടുന്ന നീതിയാണ്. അത്തരം നീതിപ്രവർത്തികൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. വിശേഷപ്പെട്ട നിത്യമായ ആത്മീയ വസ്ത്രം ധരിക്കുവാൻ, തേജസ്സുള്ള വസ്ത്രം ധരിക്കുവാൻ അത് മുഖാന്തരമായി തീരും. വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളെക്കുറിച്ച് വെളിപ്പാട് 19 7, 8 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൗജന്യ സമ്പൂർണ്ണ നീതി അത് ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന്, യേശുവിൽ നിന്ന് ലഭിക്കുന്ന നീതിയാണ്. 2, നമ്മുടെ പ്രവർത്തികളാൽ നമുക്ക് ലഭിക്കുന്ന ആർജിത നീതി. ആദ്യത്തെ നീതി നമ്മളെ സ്വർഗപ്രവേശനത്തിന് യോഗ്യരാക്കുമ്പോൾ, രണ്ടാമത്തെ നീതി നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെ കിട്ടുന്ന നീതി കൂടുതൽ പ്രതിഫലത്തിന് നമ്മെ യോഗ്യരാക്കും. ഈ 2 നീതിയിൽ നാം നിലനിൽക്കണം, വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ നീതിമാന്മാരായി തീർന്നവർ, നീതിപ്രവൃത്തി ചെയ്യുന്നവർ, അവർ ദുഷ്ടന്മാരുടെ ആലോചനകൾക്കനുസരിച്ച് ജീവിതം നയിക്കരുത്, പാപികളുടെ വഴിയിൽ കൂടെ നടക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവർ തങ്ങളെ തന്നെ ഇത്തരത്തിലുള്ള തിന്മ പ്രവൃത്തികളിൽ നിന്ന് സ്വയം സൂക്ഷിച്ച് അകലം പാലിക്കണം. ഇതിലൊക്കെ നാം അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ക്രമേണ നമ്മെ സ്വാധീനിക്കുകയും നാം അതിൻ്റെ ദുഷ്ടതയുടെ, പാപത്തിൻ്റെ, പരിഹാസത്തിൻ്റെ വലയിൽ വീഴുകയും ചെയ്യും. നാം ഇത് ചെയ്യാതിരിക്കണമെന്ന് മാത്രമല്ല, പകരം കർത്താവിൻ്റെ വചനത്തിൽ സന്തോഷിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ അത് ധ്യാനിക്കുവാൻ, വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ കഴിയത്തുള്ളൂ. വചനത്തിൽ സന്തോഷിച്ച്. ചിലർ വചനത്തിൽ സന്തോഷിക്കാതെ വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ അത് ബോറിങ്ങായി, വിരസതയായി തീരും. എന്നാൽ വചനത്തിൽ നമ്മൾ സന്തോഷിച്ച് വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് നമുക്ക് ജീവൻ നൽകിക്കൊണ്ടിരിക്കും, ആത്മശക്തി നൽകിക്കൊണ്ടിരിക്കും, ക്രിസ്തുവിന് കൂടുതൽ കൊള്ളാവുന്നവരായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് വചനത്തിൽ സന്തോഷിച്ചു വേണം അത് വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും. അങ്ങനെ നാം ചെയ്യുന്നെങ്കിൽ നമ്മെ ഉപമിച്ചിരിക്കുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇലവാടാത്തതുമായ ഒരു വൃക്ഷത്തോടാണ്. ആറ്റരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം അത് അതിൻ്റെ സീസണിൽ ശരിയായ സമയങ്ങളിൽ നല്ല ഫലം കായ്ക്കുന്നു. അതിൻ്റെ ഇലകൾ വാടിപ്പോകുന്നില്ല. മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ക്ഷാമം മറ്റനേക വൃക്ഷങ്ങളെ ഉണക്കിക്കളയുമ്പോൾ, വാട്ടിക്കളയുമ്പോൾ, ഫലമില്ലാത്തതാക്കി തീർക്കുമ്പോൾ സമർത്ഥമായി ഒഴുകുന്ന ആറിൻ്റെ തീരത്ത് നട്ട വൃക്ഷത്തിന് ജലത്തിൻ്റെ ദൗർലഭ്യം നേരിടുന്നില്ല. ഇതുപോലെ ദൈവാത്മാവിൻ്റെ നദിയുടെ തീരത്ത് നമ്മളെ നട്ടിരിക്കുകയാണ്. വെറുതെ കിളിർത്തു വന്നവരല്ല നാം ദൈവത്താൽ നടപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സഭയാകുന്ന തോട്ടത്തിൽ കർത്താവ് നമ്മളെ നട്ടിരിക്കുകയാണ്. നീ വെറുതെ ആകസ്മികമായി ജനിച്ചതല്ല, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജനിച്ചതാണ്. നിന്റെ രക്ഷ, ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ആകസ്മികമായി ഉണ്ടായതല്ല, ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് നിനക്ക് നൽകിയതാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതം ഒക്കെ ആകസ്മികമല്ല, ദൈവം നമ്മളെ നട്ടതാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെ നാം നിൽക്കുന്നെങ്കിൽ നമ്മൾ ഫലം കായ്ക്കും. നാം ചെയ്യുന്നതൊക്കെയും സാധിക്കുവാൻ ഇടയായിത്തീരും. നീതിമാൻ ഏത് കാര്യവും ചെയ്യുവാൻ തുനിയത്തില്ല. ദൈവ നിയോഗപ്രകാരമുള്ള, ദൈവ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളെ അവൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഫലമുണ്ടാകും, സാധ്യതയുണ്ടാകും, ഗുണമുണ്ടാകും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ തോന്നിയേക്കാം. അതെല്ലാം ചെയ്യുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ ഇഷ്ടങ്ങളെ നാം തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പൊതുവായുള്ള ഹിതം തിരുവെഴുത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ തന്നെ നമ്മോടുള്ള ദൈവത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ പരിശുദ്ധാത്മാവിനാൽ, വചനത്താൽ നാം ഗ്രഹിച്ചറിയണം, തിരിച്ചറിയണം. അത് നാം ചെയ്യുന്നെങ്കിൽ അതിൽ സാധ്യത, ഫലമുണ്ടാകും, അതിന് ഫലപ്രാപ്തി ഉണ്ടാകും, അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ ഇടയായിത്തീരും. നീതിമാൻ ഫലമുള്ള വാടാത്തൊരു വൃക്ഷം പോലെ നിൽക്കുമ്പോൾ ദുഷ്ടൻ കാറ്റുപാറ്റുന്ന പതിര് പോലെയാണ്. ധാന്യങ്ങളിൽ പതിരുമിടയ്ക്കുണ്ടാകും. പുറമെയുള്ള നിറം ഒരുപോലെയാ, രൂപം ഒരുപോലെയാ, പക്ഷേ അകത്ത് ധാന്യമില്ല, മണിയില്ല. അതാണ് പതിര്. ആ പതിര് കാറ്റിൻ്റെ നടുവിൽ കൃഷിക്കാരൻ കാറ്റുകൊണ്ട് വീശി ആ പതിരിനെ അകറ്റി കളയും. ആ പതിരെടുത്ത് കിടാത്ത തീയിലിട്ട് ചുട്ടുകളയും. കതിര്, ധാന്യമാണ് കൃഷിക്കാരന്, യജമാനന് ആവശ്യം. ദുഷ്ടന്മാരെല്ലാം പതിര് പോലെയാ, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയാ. കർത്താവ് വരെ വേർതിരിക്കും. തൻ്റെ വരവിൻ്റെ നാളിൽ നീതിമാന്മാരിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. ക്രിസ്തുവിൽ കൂടെ നീതി പ്രാപിക്കാത്തവരെ, നീതീകരണത്തിലേക്ക് വരാത്തവരെ കർത്താവ് വേർതിരിക്കും. അവരെ മാറ്റി പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. യേശുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകനും ഈ സത്യം വിളിച്ചു പറയുന്നുണ്ട്. വീശുമുറം യേശുവിൻ്റെ കയ്യിലുണ്ട്. അവിടുന്ന് കതിര്, ധാന്യം, വിളവ്, അത് ഗോതമ്പ് കളപ്പുരയിലേക്ക് കൂട്ടിവെക്കും. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അപ്പോൾ പതിരിൻ്റെ കൂട്ടത്തിൽ അല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. നാം ഗോതമ്പിൻ്റെ, നല്ല ധാന്യത്തിൻ്റെ കൂട്ടത്തിൽ ആയിത്തീരണം. ദുഷ്ടന്മാർ, പാപികൾ, അവർ കർത്താവിൻ്റെ സഭയിൽ, നീതിമാന്മാരുടെ സഭയിൽ, സ്വർഗീയ സഭയിൽ നിലനിൽക്കുകയില്ല. അവർക്കവിടെ പ്രവേശനമില്ല. അവരെ ന്യായവിധിയുടെ തീയിൽ, നരകത്തിൻ്റെ തീയിൽ ഇട്ടുകളയും. യഹോവയ്ക്ക് ഉള്ള തൻ്റെ ഭക്തന്മാർ, ആ ഭക്തന്മാർക്ക് വേണ്ടി യഹോവ ഒരു വഴി കൂടെ തുറന്നിട്ടുണ്ട്. അത് സ്വർഗീയ പാതയാണ്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദുഷ്ടന്മാരുടെ പാതയോ നാശകരം തന്നെ. ദുഷ്ടന്മാരുടെ പാത തൽക്കാലം വീതിയുള്ളതാണ്, വിശാലമാണ്. എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും കാണാം, എന്തും കേൾക്കാം, എങ്ങനെയും ജീവിക്കാം. അതുകൊണ്ട് സുഖമുള്ള ജീവിതമാണ് എന്ന് ദുഷ്ടന്മാരും മനുഷ്യരും ചിന്തിച്ചേക്കാം. പക്ഷേ ആ വിശാല വഴി, വീതിയുള്ള വഴി, അത് നരകത്തിൽ ചെന്ന് അവസാനിക്കും. എന്നാൽ നീതിമാന്മാരുടെ പാത ഈ ഭൂമിയിൽ ഇടുക്കമുള്ളതെന്ന് തോന്നിയാലും, പ്രയാസമുള്ളതെന്ന് തോന്നിയാലും, സുവിശേഷ വിരോധികളാൽ വെല്ലുവിളികളുണ്ടെന്ന് തോന്നിയാലും, ഈ പാത അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കലാണ് നാം ചെന്ന് അവസാനിക്കുവാൻ പോകുന്നത്. സ്വർഗീയ സന്നിധിയിലാണ്. അതുകൊണ്ട്
ഇപ്പോഴത്തെ നമ്മുടെ പാതയുടെ ക്ലേശങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. ഈ പാത ഇടുക്കമുള്ളതാണെങ്കിലും വഴി ഞെരുക്കമുള്ളതാണെങ്കിലും വാതിൽ ചെറുതാണെന്ന് തോന്നിയാലും ഇതിൻ്റെ അവസാനം ജീവനാണ്. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കുള്ള സ്വർഗീയ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി നീതിയുടെ പാതകളിൽ തന്നെ സഞ്ചരിക്കാം. ദുഷ്ടന്മാരുടെ പാത തൽക്കാലം സന്തോഷകരമെന്ന് തോന്നിയാലും അതിൻ്റെ അവസാനം തീയാണ്, നരകത്തീയാണ്, കെടാത്ത തീയാണ്, ചാകാത്ത പുഴുക്കളും ദണ്ഡനവുമുള്ള നരകമാണ്. ആ നരകപാതയിൽ ദൈവം നമ്മളെ വിടുവിച്ച് ക്രിസ്തുവിൽ കൂടെയുള്ള നീതി നിമിത്തം നമ്മെ നീതിമാന്മാരുടെ പാതയിലാക്കി സ്വർഗസന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവിനാലും വചനത്താലും നയിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിച്ച് ജയകരമായ ജീവിതത്തിന് ഉടമകളായി നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ. ദൈവം തൻ്റെ കൃപ അതിനായി പകരട്ടെ.